ആലപ്പുഴയ്ക്ക് പിന്നാലെ എറണാകുളം ജില്ലയിലും കുറുവ സംഘം മോഷണ ശ്രമം നടത്തിയതായി സംശയം. ചേന്ദമംഗലം, വടക്കൻ പറവൂർ മേഖലകളിൽ 10ഓളം വീടുകളിൽ ഇവർ എത്തിയതായാണ് CCTV ദൃശ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചന. കഴിഞ്ഞ 2 ആഴ്ചയ്ക്കിടെ ആലപ്പുഴ ജില്ലയിലെ ചേർത്തല, മണ്ണാഞ്ചേരി, മാരാരിക്കുളം മേഖലകളിൽ 10ഇടത്ത് മോഷണം നടത്തിയത് ഇവരാണെന്നാണ് കരുതുന്നത്. മണ്ണഞ്ചേരി, ആര്യാട് ഭാഗങ്ങളിൽ നിന്ന് കണ്ടെത്തിയ CCTV ദൃശ്യങ്ങളാണ് കുറുവ സംഘത്തിലേക്ക് വിരൽ ചൂണ്ടിയത്. ഇത് സ്ഥിരീകരിക്കാൻ തമിഴ്നാട് പോലീസിന്റെ സഹായം തേടിയിരിക്കുകയാണ് കേരള പോലീസ്. വടക്കൻ പറവൂരിൽ പുറത്ത് ശബ്ദം കേട്ട് വീട്ടുകാർ ലൈറ്റിട്ട് നോക്കിയപ്പോഴേക്കും മോഷ്ടാക്കൾ ഓടി രക്ഷപ്പെട്ടിരുന്നു. വാതിലിന്റെ ഒരു കൊളുത്ത് ഇതിനകം അവർ ഇളക്കി മാറ്റിയിട്ടുമുണ്ടായിരുന്നു. വിവരമറിഞ്ഞ് പല വീടുകളിലും CCTV പരിശോധിച്ചപ്പോഴാണ് പുലർച്ചെ 2 മണിക്കും 3 മണിക്കും ഇടയിൽ 2 അംഗ സംഘങ്ങൾ 10ഓളം വീടുകളിൽ എത്തിയതായി വ്യക്തമാകുന്നത്. കേരള തമിഴ്നാട് അതിർത്തിയിലാണ് ഇവരുടെ കേന്ദ്രം. ദേഹം മുഴുവൻ എണ്ണയും കരിയും. ലുങ്കിയും ഷർട്ടും അകത്താക്കി പുറത്തൊരു നിക്കർ ധരിക്കും. ദേഹം മുഴുവൻ എണ്ണയും കരിയും തേച്ചു പിടിച്ച് വീടിന്റെ മുറ്റത്തെത്തി കുട്ടികളെ പോലെ കരഞ്ഞോ, പൈപ്പ് തുറന്നോ, ശബ്ദമുണ്ടാക്കിക്കൊണ്ടോ വീട്ടുകാരെ കൊണ്ട് തന്നെ വാതിൽ തുറപ്പിക്കുന്നതാണ് കുറുവ സംഘം. മോഷണം കൊലത്തൊഴിലാക്കി മാറ്റിയ കുറുവ സംഘം പകൽ ചെറിയ ജോലികളുമായി ചുറ്റിക്കറങ്ങി നടക്കും. ഇപ്പോൾ ഏറെ കാലത്തിനു ശേഷം കേരളത്തിന്റെ ഉറക്കം കെടുത്തുകയാണ് ഈ സംഘം. ആക്രമിച്ച് കൊന്നിട്ടായാലും മോഷണം നടത്തുന്നവരാണ് കുറുവ സംഘം. ഇരുട്ടിൽ ഒളിച്ചിരുന്ന് ഞൊടിയിടയിൽ ആക്രമിക്കും. സ്ത്രീകളുടെ ശരീരത്തിൽ നിന്നും ആഭരണങ്ങൾ മുറിച്ചെടുക്കാനും നിമിഷ നേരം മതി. 100 കണക്കിന് പേർ അടങ്ങുന്നതാണ് ഈ സംഘമെന്നും റിപ്പോർട്ടുകളുണ്ട്. 3 പേരാണ് ഒരുമിച്ചുണ്ടാകുക. മോഷണം നടത്തേണ്ട വീടുകൾ 6 മാസം വരെ നിരീക്ഷിക്കും. കൂട്ടത്തിലെ ഒരാൾക്ക് കവർച്ച നടത്തുന്ന വീടിനെ കുറിച്ച് പൂർണ്ണമായ വിവരവും ഉണ്ടായിരിക്കും. ഏത് സമയത്തും ആരെയും ആക്രമിച്ച് മോഷണം നടത്താൻ ഇവർക്ക് കഴിയാറുണ്ട്. എതിർത്താൽ ആയുധം വെച്ച് ഭീഷണിപ്പെടുത്തും. കുറുവ സംഘം അടുത്തിടെ കേരളത്തിലേക്ക് കടന്നതായി ഇന്റലിജൻസ് വിഭാഗം മുന്നറിയിപ്പ് നൽകിയിരുന്നു. 75 പേർ അടങ്ങുന്ന സംഘം പാലക്കാട് അതിർത്തി വഴി കേരളത്തിലെത്തിയെന്നാണ് വിവരം.